യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം 2 തിമോത്തിയാസ് 3. ദുഷ്ടന്മാരുടെ നാളുകൾ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്ന് നിൽക്കുക. അവരിൽ ചിലർ വീടുകളിൽ നുഴഞ്ഞുകയറി ദുർബലകളും പാപങ്ങൾ ചെയ്തു കൂട്ടിയവരും വിഷയാസക്തിയാൽ നയിക്കപ്പെടുന്നവരുമായ സ്ത്രീകളെ വശപ്പെടുത്തുന്നു. ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണ്. എന്നാൽ സത്യത്തെ പറ്റിയുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ അവർക്ക് കഴിവില്ല. ഈ വചനം തുടങ്ങുന്നത് തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്ന് നിൽക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. ദരിദ്രരായ സുവിശേഷ പ്രഘോഷകരെ കാണാൻ ബുദ്ധിമുട്ടാണ്. മിക്കവാറും സുവിശേഷ പ്രഘോഷകരെല്ലാം ഭക്തിയുടെ ബാഹ്യരൂപമണിഞ്ഞ് അവർ ആളുകളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ദരിദ്രനായ ഒരു സുവിശേഷകനെയൊക്കെ കണ്ട കാലം മറന്നു എന്ന് വേണം പറയാൻ. ഈ പറഞ്ഞ സ്വഭാവങ്ങളെല്ലാം നമ്മുടെ ചുറ്റിനും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ധനമോഹം, പരദൂഷണം, വ്യഭിചാരം, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, ഇതെല്ലാം നമ്മുടെ ചുറ്റിനും കാണുന്നു. ഇവ കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാന നാളുകൾ സമീപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ബൈബിളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ലോകാവസാനം ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു സങ്കല്പമല്ല. അപ്പോൾ മലാക്കി 3:2 പറയുന്നു, എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും?
നിഷ്കളങ്കമായും നീതിപൂർവവും ജീവിച്ചവർക്ക് മാത്രമേ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മത്തായി 24:35, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. 36 വാക്യം, ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിയുകയില്ല. അപ്പം സാക്ഷാൽ ദൈവത്തിന് മാത്രമേ ആ ദിനത്തെക്കുറിച്ച് അറിയുകയുള്ളൂ. അല്ലാണ്ട് ലോകാവസാനം ദേ വരുന്നു, 2 മാസത്തിനുള്ളിൽ വരും, 3 മാസത്തിനുള്ളിൽ വരും എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. പുത്രന് പോലും അറിയാൻ പാടില്ല. അത് പിതാവിന് മാത്രമേ ആ ദിവസത്തെക്കുറിച്ച് അറിയുകയുള്ളൂ. അതുപോലെ തന്നെ 42 വാക്യം, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം. അപ്രതീക്ഷിതമായിട്ടായിരിക്കും അവൻ്റെ വരവ്. ഇനി ലോകം അവസാനിച്ചില്ലെങ്കിലും മനുഷ്യജീവിതം അവസാനിക്കും. പെട്ടെന്നായിരിക്കാം അവസാനം. ഇങ്ങനെ നടന്നു പോകുന്നവർ പെട്ടെന്ന് തളർന്നു വീഴുന്നു, ചെറുപ്പക്കാർ മരിക്കുന്നു, എന്ത് അപകടങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ ബോംബെയിലൊക്കെ ഉണ്ടായി ഒരു ബിൽ ബോർഡ്, അഡ്വർടൈസിൻ്റെ വലിയ ബോർഡ് വന്ന് വീണ് 15 പേരാണ് അതിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചു പോയത്. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അതുപോലെ മത്തായി 24:44 വാക്യം, അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കുക, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. നിങ്ങളും തയ്യാറായിരിക്കുക. അതുകൊണ്ട് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നലെ ഒരു ചിറമേലച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ ഇടയായി. അച്ഛൻ പറയുന്നത് സാത്താൻ്റെ ഏറ്റവും വലിയ തട്ടിപ്പ് ഈ മരണത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്തതാണ് മനുഷ്യന്. എത്ര മരണങ്ങൾ നമ്മൾ കണ്ടാലും നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇത് ബാക്കിയുള്ളവർക്കുള്ളതാണ്, ഇത് നമുക്കുള്ളതല്ല എന്ന ഒരു ചിന്ത. മരണത്തെക്കുറിച്ച് മനുഷ്യൻ ഓർക്കുന്നില്ല. മരണത്തെക്കുറിച്ച് നമ്മൾ ഓർത്താൽ തന്നെ നമ്മൾ നന്നായി എളിമപ്പെടും. അപ്പോൾ നമുക്കെല്ലാം എന്ത് യോഗ്യതയാണുള്ളത്? ഒരു ചെറിയ ജീവിതം. പക്ഷെ കർത്താവ് നമുക്ക് വചനങ്ങളിലൂടെ എങ്ങനെ ജീവിക്കണമെന്നൊക്കെ കർത്താവ് വളരെ എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഉപമകൾ വഴിയെല്ലാം എഴുതി വച്ചിരിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക ലാംഗ്വേജിലേക്കാണ് എഴുതിയിരിക്കുന്നത്. അത് ചില വിഭാഗങ്ങൾക്ക് മാത്രമേ അത് വായിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇവിടെ കർത്താവ് പറയുന്നു, വരുവൻ, എൻ്റെ വചനങ്ങൾ ശ്രവിക്കുവൻ, എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവൻ. എന്നിട്ട് ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉപമകൾ വഴി അവനെല്ലാം വിവരിച്ചിരിക്കുന്നു. 10 കന്യകമാരുടെ ഉപമയുമുണ്ട്. അല്ലെ, അപ്രതീക്ഷിതമായിട്ടാണ് കർത്താവ് വരുന്നത്. അത് ലോകാവസാനമായിട്ടാകാം, അതോ നമ്മുടെ അവസാനമായിട്ടാകാം. എന്തു തന്നെ ആയാലും മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണവും സുനിശ്ചയം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ആദ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും നമ്മുടെ അബ്ബ പിതാവ് എപ്പോൾ വന്നാലും അബ്ബ പിതാവിൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി
നിൽക്കുവാനുള്ള പരിശ്രമങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം. നമുക്ക് എത്ര സമയമുണ്ടെന്ന് പിതാവിന് മാത്രമേ അറിയൂ. പിതാവിന് മാത്രമേ അറിയൂ. ഓരോ ദിവസവും കർത്താവ് നമുക്ക് ഒരു പടി കൂടി വിശുദ്ധിയിൽ മുന്നേറുവാൻ തന്നിരിക്കുന്ന സമയമാണെന്ന് ഓർത്ത് ജാഗ്രതയോടെ നമുക്ക് ജീവിക്കാം. ദൈവം ഇതിനുള്ള കൃപ നമുക്ക് നൽകട്ടെ. സർവേശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.